അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ട വീഡിയോക്ക് ഹ്യൂജ് കമന്റ് വന്നിട്ടുണ്ടായി. അതിലൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടാണ് വന്നത്. കുറേ പേര് ചോദിച്ചു, ഇത് വേറൊരു ഇൻഫ്ലുവൻസറിന്റെ വീഡിയോ അല്ലേ, ഇത് ആളുടെ വീഡിയോസ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞ ഹ്യൂജ് കമന്റ്സ് അത് തന്നെ ഉണ്ടായിരുന്നു. ലിങ്ക് എന്ന് ചോദിക്കുന്നതിന്റെ കൂടെ ഈ ഒരു കമന്റ് നമ്മൾ കണ്ടിരുന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ബട്ട് നമ്മൾ അതിലൊരു എക്സ്പ്ലനേഷൻ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇട്ടപ്പോൾ തന്നെ നമ്മൾ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോ അല്ല, പക്ഷെ നമ്മൾ ഇത് എഡിറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടാണ് നമ്മൾ ആ വീഡിയോ മാറ്റിയിരിക്കുന്നത്. ആളുടെ സൗണ്ട് വെച്ചിട്ടില്ല, പിന്നെ ആളുടെ ഫേസ് കാണുന്ന പോലെ നമ്മൾ ഇട്ടിട്ടില്ല. പിന്നെ കുറച്ച് കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരാളുടെ അനുവാദം ഇല്ലാണ്ട് ഒരാളുടെ വീഡിയോസ് ഇടാൻ പാടില്ല, അത് ആളുടെ വീഡിയോസ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമന്റ്സ് വന്നു. ശരിയാണ്, നമ്മൾ അവരുടെ അനുവാദം ഇല്ലാണ്ട് നമ്മൾ വീഡിയോ ഇടാൻ പാടില്ല. ഇത് അഫിലിയേറ്റ് മാർക്കറ്റിംഗിന്റെ വീഡിയോസ് ആയതുകൊണ്ട് നമ്മൾ കുറേ പേര് കണ്ടിട്ടുണ്ട്. നമ്മൾ ഇടുന്നത് ഓരോരുത്തർ അവരുടെ വീഡിയോസ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഓരോ മാർക്കറ്റിംഗിന് വേണ്ടി ഇടുന്നത് കണ്ടിട്ടുണ്ട്. എനിക്ക് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ആ പുള്ളിക്കാരെ കുറിച്ച് എനിക്ക് അറിയുന്ന ഇൻഫ്ലുവൻസറിനെ ഞാൻ അപ്പോഴാണ് ആളുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കണം. എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു. ഞാനൊരു വീഡിയോ കണ്ടു, അപ്പോൾ എൻ്റെ ആൾ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് തന്നിട്ട് അങ്ങനെ ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് ഇട്ടതായിരുന്നു. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആരുടെ വീഡിയോസ് ആണ് എന്താണെന്നൊക്കെ. ശരിയാണ്, നമ്മളതിൽ ചേഞ്ചസ് വരുത്തിയിട്ടായിട്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും ഒരാളുടെ അനുവാദം ഇല്ലാണ്ട് വീഡിയോ ഇടാൻ പാടില്ല. നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ഇടണം എന്തായാലും തോന്നി, അതുകൊണ്ടാണ് ഇന്നേക്ക് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഫുൾ ഓഫ് ആളുടെ വീഡിയോ അല്ല ഇടുന്നത്, നമ്മൾ മിക്സഡ് ആയിട്ടാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗിന് വേണ്ടി ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നു. അതല്ലാതെ നമ്മൾ റീൽസും കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസർ ഇതിൽ ഉണ്ടാവും എന്ന് വിചാരിക്കും.